നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ BJP മേയർ ആരാണ് എന്ന ചോദ്യങ്ങൾക്ക് പല പേരുകൾ ഉയർന്നു. അതിൽ അവസാനം VV രാജേഷ് മേയർ ആയിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു ചർച്ചകൾക്ക് ഇപ്പോഴും ഒരു അവസാനമില്ല. അതായത് ശ്രീലേഖയെ അവസാന നിമിഷം ഒഴിവാക്കിയതാണോ, അല്ലെങ്കിൽ അതിൽ അവർക്ക് അതൃപ്തി ഉണ്ടോ, ഈ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് ഇപ്പോഴും ഒരു ശമനം വന്നിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിക്കുന്നതിന് മുന്നേ ശ്രീലേഖ കോർപ്പറേഷനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇതൊക്കെ ഒരു അതൃപ്തിയുടെ ഭാഗമായിട്ടുള്ള നടപടികളായിരുന്നോ, അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കൾ മറ്റ് ഓഫറുകൾ മുന്നോട്ട് വെച്ച് ആ ഒരു അതൃപ്തിയെ നികത്താൻ ശ്രമിക്കുകയാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് മലയാളി വാർത്തയോട് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ മേയർ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീലേഖയുടെ പേര് തുടക്കം മുതൽ ഉയർന്നു കേട്ടു. പെട്ടെന്ന് ആ പേര് അപ്രസക്തമാവുന്നു. VV രാജേഷ് ആ സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ശ്രീലേഖയ്ക്ക് അതിൽ അതൃപ്തി ഉണ്ട് എന്ന് അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? കാരണം ഈ മേയർ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടയിൽ അത് പൂർത്തിയാകുന്നതിന് മുമ്പേ ശ്രീലേഖ പോകുന്നു. ആ ദൃശ്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോ ശ്രീലേഖ യോഗ്യയായിരുന്നില്ലേ മേയർ സ്ഥാനത്തേക്ക്? യോഗ്യയായതോ അയോഗ്യയായതോ എന്നുള്ളതല്ലോ നമ്മുടെ വിഷയം. അവർക്ക് പ്രതിഷേധമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇതില്ലാം ഇപ്പൊ അതിന് ആകെ ഒരു തുമ്പ് കിട്ടിയിട്ടുള്ളത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോയി. ഇപ്പൊ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങിപ്പോകുമ്പോൾ അതിന് പല കാരണങ്ങൾ കാണാം. അവര് പ്രതിഷേധമാണെങ്കിൽ അതിൽ വരാതിരിക്കുകയല്ല ചെയ്യുക. നമുക്ക് സ്പഷ്ടമായിട്ട് സ്ത്രീകളാവുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് അറിയാമല്ലോ. ഇപ്പൊ ചോദിക്കുന്ന ആൾ തന്നെ സ്ത്രീ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബന്ധപ്പാടുകൾ അത്രയും നേരം അവർ കടിച്ചു പിടിക്കുന്നതിന് ശേഷം പോയതായിരിക്കാം. അതൊരു ഫിസിയോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കാനാണ് ആണെന്ന് നമുക്ക് സങ്കല്പിച്ചുകൂടെ. ഇതൊരു വിവാദമാണ് എന്ന് പറഞ്ഞൊരു കേന്ദ്രാന്വേഷണത്തോടു കൂടി അതിലും ഒരു വിവാദം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു തരം ജേർണലിസമാണ്. ഞാൻ അതിന് കുറ്റം പറയല്ല. ആ തരത്തിലുള്ള ജേർണലിസത്തെ നമ്മൾ പോയിരിക്കുന്നു. എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും ഒരു വിവാദം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ, ആളിക്കത്തിക്കാൻ പറ്റുമോ? നമ്മൾ അത് തന്നെ എല്ലാ പത്രപ്രവർത്തകരും ഈ തൃശ്ശൂർ ചെയ്യുന്നുണ്ട്. പരമാവധി അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ശ്രമിച്ചു. നീതി മേരി വർഗീസിന്റെ കാര്യത്തിൽ അതൊക്കെയാണ് പത്രപ്രവർത്തകന്റെ ഭാവം. പക്ഷെ ഇതുവരെ ശരിക്കും ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് തൃശ്ശൂരിൽ. അത് കോൺഗ്രസ് കൗൺസിലറാണ്. മറ്റേന്ന് മാത്രമല്ല, കോൺഗ്രസിന് വളരെയധികം ഡാമേജ് ചെയ്യുന്ന രീതി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ആൾക്കാർ കൗൺസിലർ പദവിയിൽ നിന്ന് മേയറാക്കി മാറ്റാൻ പണം ചോദിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അങ്ങനെ താരതമ്യേന അങ്ങനെയുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. ആ പൂച്ചണ്ട് കൊടുത്തുകൊണ്ടാണ് മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്തനായിട്ടുള്ള VV രാജേഷിനെ അവർ സ്വീകരിച്ചത്. അപ്പോൾ ആ ചടങ്ങിന് അവർ വന്നു, സത്യപ്രതിജ്ഞ കഴിയുന്നവരെ ഇരുന്നു. അതിനുശേഷമാണ് പോയത്. എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാണുമെന്ന് വിചാരിച്ചുകൂടെ? അതിനുശേഷമോ അതിനു മുമ്പോ ഇത്തരത്തിലൊരു പ്രതികരണവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മേയർ സ്ഥാനത്തേക്ക് അത് അനുകൂലിക്കുന്നു, താനതിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അക്കാര്യത്തിലൊരു പ്രശ്നവുമില്ല എന്ന് പറയും. തന്നെയുമല്ല, അവർക്ക് ഇതിലും കൂടിയ എന്തോ പദവി ഓഫർ ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഈ കാര്യത്തിലൊരു നിരാശത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടുന്ന നടപടികളും എടുത്തിട്ടുണ്ട്. അതിന് തക്ക ഒരു ലീഡർഷിപ്പ് അത് തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവസാന ഫൈനലിൽ നമുക്ക് അറിയാവുന്ന കാര്യമല്ല, ഫൈനലിൽ 2 പേരുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ശ്രീലേഖ, ഒന്നാമത് ശ്രീലേഖയാണ്, രണ്ടാമത് VV രാജേഷ്. പക്ഷേ ഇതിൽ RSS ഇടപെടുകയും RSSലൂടെ വളർന്നു വന്ന ആളായിട്ടുള്ള VV രാജേഷിന് കൂടുതൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണും എന്നുള്ള ഒരു തീരുമാനത്തിൽ RSS എത്തുകയും അങ്ങനെ സംസ്ഥാനത്ത് VV രാജേഷ് വരികയും ശ്രീലേഖയ്ക്ക് മറ്റെന്തെങ്കിലും ഓഫർ കൊടുക്കുക എന്നൊരു നിർദ്ദേശം വരികയും ചെയ്തു. അങ്ങനെയാണ് RSSന്റെ ലീഡർഷിപ്പ് വന്നത്. ഇനി RSSന്റെ ലീഡർഷിപ്പ് ഇടപെടാൻ കാര്യം അവർ മാറി നിന്നാലും വികസനത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ ജയിക്കാമെന്ന ആത്മവിശ്വാസം RC എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരനുണ്ടായിരുന്നു. പക്ഷേ ഇതിന് തൊട്ടു മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തൊട്ടു മുമ്പ് 2 ആത്മഹത്യകളാണ് BJPക്ക് അവിടെ അഭിമുഖീകരിക്കുക വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ആ 2 ആത്മഹത്യകളും കൂടി വന്നതോടുകൂടി വിജയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആ സുനിശ്ചിതത്വം
അവർക്ക് അല്പം ആശങ്ക രാജീവ് ചന്ദ്രശേഖറിന് തന്നെ ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് RSSനെ രംഗത്തെത്തിക്കുകയാണ്. RSSന്റെ സജീവമായിട്ടുള്ള ഒരു പിന്തുണ സാധാരണ എപ്പോഴും ഉണ്ടാവാറില്ല, ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വലിയ അത്ഭുതകരമായ വിജയം അവർ നേടിയത്. അപ്പോൾ RSS പറയുന്ന സ്ഥാനാർത്ഥിയെ ജയിക്കുക എന്നുള്ള, അല്ലെങ്കിൽ സ്വീകരിക്കണം നിർബന്ധമൊന്നുമില്ല, അവിടെ സജസ്റ്റ് ചെയ്താലും പലപ്പോഴും BJP സ്വീകരിക്കാറുണ്ട്. ഈ കാര്യത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നമ്മളിപ്പോൾ തിന്ന ചോറിന് നന്ദി കാണിക്കണം എന്ന് പറയുന്നത് അവർ ചെയ്തു തന്ന ആ സഹായത്തിന് പകരമായിട്ട് അവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. അത് അടിച്ചേൽപ്പിക്കലൊന്നുമില്ല ഇവർ തമ്മിൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സജസ്റ്റ് ചെയ്യും, സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അങ്ങനെയാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സർ, ഇപ്പോ ഈ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VV രാജേഷ്, അദ്ദേഹം മേയർ എന്ന രീതിയിൽ എങ്ങനെയാണ് അങ്ങയുടെ ഒരു വിലയിരുത്തല്? എന്തൊക്കെ പ്രതീക്ഷകളാണ് മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പോ അദ്ദേഹത്തിനുള്ള സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിനുള്ള പ്രോഗ്രാം എല്ലാം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എന്താണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള പദ്ധതികൾ, അതിന്റെ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് കേരളത്തിന് മൊത്തം ഷോക്കേസ് ചെയ്യാവുന്ന കാര്യങ്ങൾ തിരുവനന്തപുരത്ത് വേണ്ടി ചെയ്യാവുന്നു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ആ വികസനം, അതുപോലെ തന്നെ അവരുടെ ഭരണ മികവ്, എക്സലൻസ്, അതായത് BJP എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതിനാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് പ്രധാനമന്ത്രി ചീഫ് സെക്രട്ടറിമാരുടെ യോഗം അധ്യക്ഷത വഹിക്കുക. എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരും അതിലുണ്ട്. അപ്പോൾ ആ ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമായിട്ട് ഓരോ സ്റ്റേറ്റിനും എങ്ങനെ പരമാവധി വികസനം എത്തിക്കാം എന്നുള്ളതാണ്. അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്ന് നോക്കിയല്ല. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിമാരെ വിളിച്ചത്. അതിൽ മുഖ്യമന്ത്രിമാരെ വിളിച്ച രാഷ്ട്രീയമില്ലാത്ത വികസനം, മതമോ ജാതിയോ നോക്കാത്ത വികസനം എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഊന്നൽ. അവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, വർഗീയതയില്ല. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലൊരു നിലപാട് എല്ലാവർക്കും സബ്കെ സാത്ത് എന്നുള്ള, സബ്കെ വികാസ് എന്നുള്ള ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇവിടെയും കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരിപ്പോഴേ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഹോംവർക്ക് ശരിക്കും ചെയ്യുന്നവരാണ്. ഒരു 45 ദിവസത്തിനകം തന്നെ പ്രധാനമന്ത്രി താമസിയാതെ ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്തും. പ്രധാനമന്ത്രി ഇവിടെ എത്തി ആ പദ്ധതികൾ ഇവരുമായിട്ട് ചർച്ച ചെയ്യും. ഇതിനു വേണ്ട ഫണ്ടും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നിർലോഭം ലഭിക്കുകയും ചെയ്യും. കാരണം തിരുവനന്തപുരത്തിനെ ഒരു മാതൃകാ നഗരമാക്കി മാറ്റാനുള്ള, ഇന്ത്യയിലെ നമ്പർ 1 നഗരങ്ങളിൽ ഒന്നാക്കി, 1, 2 അല്ലെങ്കിൽ 3 സ്ഥാനവും ഉള്ള ഒരു നഗരമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റോഡുകൾ വിശാലമാകും. റോഡിൽ നിന്ന് KSRTC സ്റ്റേഷനിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന ഓവർഹെഡ് ആയിട്ടുള്ള അതെന്തായാലും ചെയ്യുണ്ടാവും. അതുപോലെ അണ്ടർപാസുകളുടെ കാര്യത്തിലും ഉണ്ടാവും, സുരക്ഷിതത്വം കൊടുക്കത്തക്ക രീതിയിലുള്ള. അതിനൊക്കെ സമഗ്രമായിട്ടൊരു പ്ലാനും പദ്ധതിയും എല്ലാം തന്നെ ഉണ്ടാവും. ശുദ്ധജലം ലഭ്യത 24 മണിക്കൂറും, വൈദ്യുതി ഊർജ്ജ ലഭ്യത 24 മണിക്കൂറും, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരുവ് നായ്ക്കളുടെ ഒഴിവാക്കൽ, അതുപോലെ മാലിന്യങ്ങളുടെ ഒഴിവാക്കൽ. ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ സ്ഥായിയായിട്ടുള്ള പരിഹാരം. നമുക്ക് താൽക്കാലികമായിട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർന്നു, പരിക്ക് അവിടെ തീർന്നു. പക്ഷെ അങ്ങനെയല്ല, സ്ഥായിയായിട്ടെന്ന് പറഞ്ഞാൽ ഇൻഡോർ നഗരത്തെ മാതൃകയാക്കിക്കൊണ്ട് ഈ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നല്ല ഉദ്യാനങ്ങൾ ഉണ്ടാക്കി അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കുന്നത്. അപ്പോൾ സീറോ മാലിന്യമുള്ള ഇന്ത്യയിലെ ഒരു നഗരമാണ് ഇൻഡോർ. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ നഗരവുമാണത്. പണ്ട് മാലിന്യ കൂമ്പാരമായിരുന്നു അത്. ആ രീതിയിലുള്ള മാതൃകകൾ, പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംതൃപ്തിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന നമ്മുടെ ജലപാതകളുണ്ടല്ലോ, പാർവതി പുത്തനം, അവിടെയൊക്കെ ധാരാളം ടൂറിസത്തിന്റെ സാധ്യതകൾ കൊണ്ടുവരും. എങ്ങനെ നമ്മുടെ ജനീവയിലെയൊക്കെ പോലെ ധാരാളമായിട്ട് നോർവേയിലെയൊക്കെ പോലെ ധാരാളമായിട്ട് ജലഗതാഗത മാർഗങ്ങൾ, വള്ളം, ഫൈബർ ബോട്ടുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ടൂറിസത്തിന്റെ ഭൂപടത്തിലും തിരുവനന്തപുരത്തിന് വളരെ മാന്യമായിട്ടുള്ള സ്ഥാനം ലഭിക്കും. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വികസനം, ലോകോത്തര പൈതൃക ടൂറിസം കേന്ദ്രമായിട്ട് അതിനെ വികസിപ്പിക്കാനുള്ള പദ്ധതികളും തീർച്ചയായിട്ടും വരുമെന്നാണ് BJPയുടെ ഒരു നയമനുസരിച്ച് നമുക്ക് മനസ്സിൽ ഊഹിക്കാവുന്നത്.